കട്ടിലിൻ്റെ ക്രാസിയിൽ നഖം കുത്തി നിന്നു കൃഷ്ണ. മുമ്പിൽ നിൽക്കുന്നവനെ നോക്കാൻ പോയില്ലവൾ. മിഴികൾ മറ്റെങ്ങോട്ടൊക്കെയോ ചലിപ്പിച്ചു നിന്നു. നാലുപാടുമൊന്ന് നോക്കിക്കൊണ്ട് കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നു ആര്യൻ. പുരികമുയർത്തി അവനെ നോക്കി കൃഷ്ണ. അവളുടെ കയ്യിൽ തൊടാനായി ആര്യൻ്റെ കൈ നീണ്ടതും പുറകോട്ട് വലിഞ്ഞു നിന്നു അവൾ. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? ഇപ്പോഴേ ഇങ്ങനെ കില വിറച്ചാൽ നീ എങ്ങനെ ഫസ്റ്റ് നൈറ്റ് അറ്റൻഡ് ചെയ്യും ആര്യൻ? എന്തേലും നടന്നില്ലെങ്കിൽ അവന്മാർ കളിയാക്കി കൊല്ലും. മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. പടപട മിടിക്കുന്ന ഹൃദയത്തിൽ കൈവച്ചൊന്ന് അടിച്ചു കൊടുത്തു അവൻ. ഇതിപ്പോൾ മിടിച്ച് താഴേക്ക് വീഴുമല്ലോ. എത്ര പെൺപിള്ളേർക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഹൃദയമാണ് ആര്യൻ നിന്റെ. എന്നിട്ടെന്തിന് ഇങ്ങനെ വിറയ്ക്കുന്നു? നാശം. ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു അവൻ. തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നവൾക്ക് നേരെ കൈ നീട്ടിയെങ്കിലും കൃഷ്ണ അങ്ങനെ തന്നെ നിന്നതേ ഉള്ളൂ. അത് ഞാൻ മനൂട്ടൻ, അല്ല ആര്യൻ ഗോപകുമാർ. സ്വയം തലക്കിട്ട് കൊട്ടിക്കൊണ്ടവൻ പറഞ്ഞതും മുഖമുയർത്തിയൊന്ന് നോക്കി കൃഷ്ണ. അവളുടെ അടുത്തേക്കായി വന്നുകൊണ്ട് മേശയിൽ ചാരി നിന്നതും കുറച്ച് പുറകോട്ട് മാറി നിന്നു അവൾ. ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു. എനിക്ക് പറ്റിയ ജോലി ഇതുവരെ കിട്ടിയില്ല. തനിക്ക് ബാങ്കിൽ ജോലി ഉണ്ടല്ലേ? കാനറ ബാങ്കിൽ. അതെന്തായാലും നന്നായി, ആശ്വാസത്തോടെ പറഞ്ഞു അവൻ. അവൻ്റെ വാക്കിൽ സംശയത്തോടെ പുരികൻ ചുളിച്ചൊന്ന് നോക്കി അവൾ. അല്ല, പെൺകുട്ടികൾക്ക് ഈ കാലത്ത് ജോലി ഉള്ളത് വളരെ നല്ലതാണ്. ചിലരുണ്ട് കെട്ടിയോന്മാരുടെ പൈസയ്ക്ക് ജീവിക്കുന്ന. എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികളെ ഇഷ്ടമില്ല. ഇതിപ്പോൾ ബാങ്കിൽ മാനേജർ, എൻജിനീയറിൻ്റെ അത്ര വരില്ല, എങ്കിലും തരക്കേടില്ല. അവൻ അവളുടെ അടുത്തായി ബെഡിലായി ഇരുന്നു. കൃഷ്ണയ്ക്ക് അവൻ്റെ സാമീപ്യം എന്തുകൊണ്ടോ ചെറുതായി അസ്വസ്ഥത തുടങ്ങി. അത് പിന്നെ നേരത്തെ വന്നത് അവളെൻ്റെ കാമുകിയൊന്നും അല്ല കേട്ടോ, വെറുതെ ഒരു തമാശ. അല്ല, താൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ലെന്നാ എനിക്കറിയാം. എന്തു പറയണമെന്നറിയാതെ വാക്കുകളെ എണ്ണിപ്പെറുക്കി കൂസലില്ലാതെ പറയുന്നവനെ മിഴികൾ ഉയർത്തി നോക്കി കൃഷ്ണ. അവൾക്ക് എന്തുകൊണ്ടോ പുച്ഛം തോന്നി. തെറ്റ് ചെയ്തിട്ട് സ്വന്തം ഭാഗം നല്ല വെടിപ്പായി ന്യായീകരിക്കുന്നു. പ്രണയം തമാശയാണോ ആര്യൻ ഗോപകുമാർ? പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യത്തിലൊന്ന് പതറിക്കൊണ്ടവളെ നോക്കിയതും കണ്ടു. അതുവരെ കട്ടിലിൻ്റെ തടിയിൽ നഖം കുത്തി കൊണ്ട് നിന്നവൾ നെഞ്ചിൽ കൈകെട്ടി തന്നെ രൂക്ഷമായി നോക്കുന്നത്. പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റത്തിൽ ഒന്ന് പതറിയെങ്കിലും ചിരിച്ചു. പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു മേശയിൽ ചാരി നിന്നു ആര്യൻ. അതിന് പ്രണയമൊന്നുമല്ല, ചുമ്മാ ഒരു നേരം പോക്ക്, അത്രയേ ഉള്ളൂ. മേശയിലിരുന്ന ഒരു ബുക്ക് കയ്യിലെടുത്ത് വട്ടം കറക്കിക്കൊണ്ട് ചാരി നിന്നു ആര്യൻ. മാളുവിൻ്റെ വീട് എൻ്റെ തൊട്ടടുത്താണ്. ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുന്ന മാളവിക കുമാർ അറിയില്ലേ? ആര്യൻ്റെ എത്രാമത്തെ കാമുകിയാണവൾ? അവൾ പുരികൻ ചുളിച്ച് ചോദിച്ചത് കയ്യിലിരുന്ന ബുക്ക് നിലത്തേക്ക് വീണു. ഉമിനീരിറക്കി നിന്നുപോയി ആര്യൻ. ഏത് മാളു? എനിക്കറിയില്ല. അവൻ നിന്ന് പരുങ്ങി. ഒരു സഹായത്തിന് എന്ന പോലെ പുറകോട്ട് നോക്കിയത് മറിഞ്ഞു. ആ മുറിയുടെ വാതിൽ അടച്ചിട്ടിരിക്കുവാണെന്ന്. ഇയാൾ നിന്ന് പരുങ്ങണ്ട, എനിക്കെല്ലാം അറിയാം. അവൾ എൻ്റെ അകന്നൊരു ബന്ധത്തിലുള്ളതാ. കല്യാണത്തിന് വന്നില്ലായിരുന്നു. അവളുടെ കൂടെയുള്ള ഇയാളുടെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഇപ്പോൾ നല്ലതുപോലെ മനസ്സിലായി. ഇതുപോലെ എത്ര പേരുണ്ട് കാമുകിമാർ? അർത്ഥം വെച്ചുകൊണ്ട് അവൾ പറഞ്ഞത് വിളറിൽ വെളുത്തു നിന്നുപോയി ആര്യൻ. അപ്പോൾ എല്ലാം അറിയാമല്ലേ? അവൻ മേശയിൽ നഖം കുത്തി ചോദിച്ചതും അവൾ അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി. അറിയാം. ഈ കല്യാണം എൻ്റെ അമ്മയും അമ്മാവനും ആരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കാതെ ഇരിക്കാനും എൻ്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കാതിരിക്കാനും വേണ്ടി മാത്രമുള്ളതാണ്. ഇയാളെ എനിക്ക് അറിഞ്ഞുകൂടാ. ചേട്ടനുമായി കല്യാണ നിശ്ചയം നടത്തിയിട്ട് അനിയനുമായി കല്യാണം. എനിക്കെല്ലാം കൂടി ഡൈജസ്റ്റ് ആകുന്നില്ല. അതും കുറേ കാമുകിമാരുമുള്ള ഒരാളുമായി. അവൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് തുറന്നു പറഞ്ഞിരുന്നു അവൾ. മനൂട്ട, ദേ കൃഷ്ണയുടെ വീട്ടുകാർ വന്നു കേട്ടോ, അവളെയും കൂട്ടി വാ. ആതിര വാതിൽ തട്ടി വിളിച്ചതും അവളുടെ വാക്കുകൾ കണ്ണും തുറിച്ച് കേട്ടുകൊണ്ട് നിന്ന ആര്യൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് തിരിഞ്ഞു. ആ വരുന്നു ചേച്ചി. അതെ, എൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അടിച്ചു പൊളിച്ച് നടന്ന ഞാനാണ് കല്യാണം കഴിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. പറയുന്നത് കേട്ട തോന്നുമല്ലോ ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഈ കല്യാണം എൻ്റെയും ഗതികേടാണ്. അവളുടെ തൊട്ടടുത്തായി വന്നു നിന്ന് അവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു ആര്യൻ. അതെ, ഈ കൃഷ്ണന് വരെ ഉണ്ടായിരുന്നു കുറേ കാമുകിമാർ. എന്നിട്ട് പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങേരെ ഇഷ്ടമല്ലേ? പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കോട്ടെ?
അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് കഥ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ആര്യൻ. കൈവിരലുകൾ ഞെരടിക്കൊണ്ട് കുറച്ചു നേരം നിന്നു അവൾ. പിന്നെ അമ്മയുടെയും അമ്മാവൻ്റെയും ഒച്ച കേട്ടതും മുഖം ഷാളുകൊണ്ട് തുടച്ചുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി. ചെല്ലുമ്പോൾ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളൊക്കെയുണ്ട്. അമ്മാവനും ഒരു ചേട്ടനും കൂടി എന്തൊക്കെയോ പലഹാരങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും കൊണ്ടുവന്ന് അകത്തേക്ക് വെക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഹരി, അമ്മാവൻ്റെ കൈ പിടിച്ച് ആര്യൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ഏയ്, ഇതെല്ലാം ഒരു ചടങ്ങല്ലേ ഗോപ, ഞങ്ങളുടെ മോളെ സന്തോഷമാണ് ഞങ്ങളുടെയും. എല്ലാവരും സോഫയിലേക്ക് ഇരുന്ന് നോക്കുമ്പോൾ കൃഷ്ണയെ കണ്ടതും അവളുടെ അമ്മ അടുത്തേക്ക് ചെന്നു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളെ. മക്കളെ, എൻ്റെ കുഞ്ഞ് അമ്മയുടെ പിണക്കമാണോ? കവിളിലോട് തലോടി ആ അമ്മ പറഞ്ഞതും കെട്ടിപ്പിടിച്ച് നിന്നിരുന്നു അവൾ. കൃഷ്ണ, താൻ അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്ന് സംസാരിക്കണോ? സച്ചി പറഞ്ഞതും കയ്യിൽ പിടിച്ച് അമ്മയുടെ ഒപ്പം ഇരുന്നു അവൾ. മനുവേ, നീയും വന്ന് കാല് കഴപ്പിക്കാതെ ഇരിക്കടാ. രാവിലെ മുതലേ എല്ലാ കാര്യത്തിനും ഓടി മടുത്തതല്ലേ? അവനെ നോക്കി അർത്ഥം വെച്ച് സച്ചി പറഞ്ഞതും കണപ്പല്ല് ഞെരിച്ചു ആര്യൻ. തേ അളിയൻ. സച്ചി അവൻ പറയുന്നത് നല്ലതുപോലെ കേട്ടതും ചുവരിൽ ചാരി നിന്നവൻ്റെ കയ്യിലായി പിടിച്ച് ഇരുത്തി. അവളുടെ അടുത്തായി മുട്ടിയിരുന്നതും കൃഷ്ണ അമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. വലിയ ബാങ്ക് മാനേജറാണെന്നുള്ള അഹങ്കാരമാണെന്ന് തോന്നുന്നു, കാണിച്ചു തരാടി ഞാൻ. അവളെ ആകെ മൊത്തം നോക്കി മുഖം വെട്ടിച്ചിരുന്നു കഴിഞ്ഞിരുന്നു ആര്യനും. ഗോപ, അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിന്നോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. എന്തായാലും എല്ലാം മംഗളമായി നടന്നല്ലോ. ഏയ്, തൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇതൊക്കെ നടക്കൂ. ഗോപൻ കൈകൾ ചേർത്ത് പിടിച്ചാണ് പറഞ്ഞത്. എല്ലാവരും ചായ എടുക്കുക കേട്ടോ. ആര്യൻ്റെ അമ്മയും ചേച്ചിയും ചായയും പലഹാരവും കൊണ്ടുവച്ച് ചായ എടുത്തു കൊടുത്തു എല്ലാവർക്കും. എൻ്റെ മനോട്ടൻ കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അവനിപ്പോഴും ഞങ്ങൾക്ക് കുഞ്ഞാണ്. പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നല്ലോ. അനിത വാതിൽ ചാരി നിന്നുകൊണ്ട് ചിരിയോടെ എല്ലാവരോടുമായി പറഞ്ഞതും എല്ലാവരുടെ നോട്ടം അവരിലായി. ഈ അമ്മയെല്ലാം കുളമാക്കും, എൻ്റെ ആദ്യരാത്രി. അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് ഇടം കണ്ണാൽ അവളെ നോക്കിയതും കണ്ടു അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നവളെ. എൻ്റെ അനിതേ, നീ ഇതെപ്പോഴും പറയണ്ട. അവന് വയസ്സ് 24ആയി. അവനെ ഒന്ന് വളരാൻ സമ്മതിക്കും നീ. ഗോപൻ ഇത് പറഞ്ഞതും എല്ലാവരുമായി ചിരിയായിരുന്നു. ഹരി ചായ ഗ്ലാസ് ചുണ്ടോട് മുട്ടിക്കുമ്പോഴാണ് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന 2 പേരിലായി മിഴികൾ കുടുങ്ങി നിന്നത്. ആനന്ദ്. ഹരി ചായ ഗ്ലാസ് ടീപ്പോയിലേക്ക് കുറച്ച് ഒച്ചത്തിൽ തന്നെ വെച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ആനന്ദ് കൈ കോർത്ത് പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് മിഴികൾ സഞ്ചരിച്ചു. കൺമുമ്പിൽ നിൽക്കുന്നവരെ കണ്ടതും ദേഷ്യം നിയന്ത്രിക്കാനാകാതെ ചാടി എഴുന്നേറ്റ് വന്നതേ ആനന്ദിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു അയാൾ. എടാ ചതിയാ, നീ എൻ്റെ കുഞ്ഞിനെ ചതിച്ചിട്ട് എങ്ങനെ ധൈര്യമുണ്ടായി? അങ്ങനെ പിടിച്ചു ഉലച്ചുകൊണ്ട് ചുവരിലേക്ക് ചേർത്ത് നിർത്തി ഹരി. വേണിയെ ചേർത്ത് പിടിച്ചിരുന്ന കൈ വിട്ടുപോയതും അവൾ വാതിലിൻ്റെ കട്ടളെ കൈയിടിച്ച് നിന്നുപോയി. അപ്പോഴേക്കും ആതിര ഓടി വന്നു അവളെ താങ്ങിപ്പിടിച്ചിരുന്നു. കൃഷ്ണയുടെ മുഖവും വല്ലാതെയായി പോയിരുന്നു. വേദനയോടെ നോക്കിപ്പോയവൾ, എൻ്റെ കുഞ്ഞെ ചതിച്ചില്ലടാ നീ. വിളിച്ചു വരുത്തിയ അത്രയും ആളുകളുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? എന്തിനായിരുന്നു? അങ്കിൾ, അത് ഞാൻ പറയാം. എൻ്റെ അവസ്ഥ അതായിരുന്നു. അയാളുടെ കൈ പിടിച്ച് പറയാൻ തുടങ്ങിയതും അയാൾ കൈ തട്ടി മാറ്റി. കുറ്റബോധം കൊണ്ട് തല താഴ്ന്നു പോയി ആനന്ദിൻ്റെ. മിഴികൾ വേണിയിലേക്ക് പോയതും കരഞ്ഞു വാതിൽ ചാരി നിൽക്കുവാണവൾ. നിൻ്റെ ഒരു അവസ്ഥയും കേൾക്കണ്ട എനിക്ക്. പറഞ്ഞ് ചതിച്ചില്ല എൻ്റെ കുഞ്ഞിനെ. എന്നിട്ട് അനിയനായി കാണേണ്ടവൻ്റെ താലി അണിയേണ്ടി വന്നില്ല എൻ്റെ കുഞ്ഞിന്. അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മിഴികൾ ആതിരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയിലേക്കും ആ സമയം പോയിരുന്നു. നിന്റെ മകൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെയും ഇവനെയും 2 കൈ കെട്ടി സ്വീകരിച്ച നിങ്ങളുടെയൊക്കെ മനസ്സ് സമ്മതിച്ചിരിക്കുന്നു ഗോപ. അപ്പോൾ എൻ്റെ കുട്ടി ആരായി? പറയുകയും ആര്യൻ്റെ അച്ഛൻ്റെ നേരെ 2 കൈ കുപ്പി നിൽക്കുമ്പോൾ ദേഹം വിറകൊള്ളുന്നുണ്ടായിരുന്നു ഹരിക്ക്. അമ്മാവാ. കൃഷ്ണ ഓടി വന്നു ആ 2 കൈകളെ പൊത്തിപ്പിടിച്ചു. ഹരി, ഞങ്ങൾ ഇവനോട് ക്ഷമിച്ചിട്ടില്ല. പക്ഷെ കയറി വന്നപ്പോൾ ഇറക്കിവിടാൻ തോന്നിയില്ല. എത്രയായാലും മോനായി പോയില്ലേ? പിന്നെ കൃഷ്ണമോടെ വിവാഹം കഴിഞ്ഞല്ലോ. ആണോ? വലിയ കാര്യമായിപ്പോയി. എൻ്റെ കുട്ടിയുടെ മനസ്സ്, അവളുടെ വേദന, അത് നിങ്ങൾ ചിന്തിച്ചോ? ചേട്ടൻ വന്ന് പെണ്ണ് കാണുക, നിശ്ചയം നടത്തുക. 1 മാസമുണ്ടായിരുന്നു ഗോപ ഇവൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ.
എൻ്റെ കുഞ്ഞ് ഇവനെ വെച്ച് കണ്ട സ്വപ്നവും ആശയും അതൊക്കെ ഇളയ മകനെ കൊണ്ട് കെട്ടിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ നാണക്കേട് ഞങ്ങൾ മറന്നുവെന്ന് കരുതിയോ? തെറ്റിപ്പോയി ഗോപ. അതോ ഇതൊക്കെ നാടകമായിരുന്നോ? ജോലിയില്ലാത്ത മകന് പെണ്ണുണ്ടാക്കാൻ. അയാൾ നിന്ന് വിറച്ചു. ദേഹം വിയർപ്പാൽ കുതിർന്നു. കൃഷ്ണയുടെ അമ്മ ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ചേട്ടാ വേണ്ട, ഇനി പ്രശ്നമുണ്ടാക്കണ്ട. ഇല്ലടി, പ്രശ്നമാക്കുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഇവൻ കൂട്ടിക്കൊണ്ടുവന്ന ഈ പെണ്ണിന് മുമ്പിൽ വേണ്ടേ നമ്മുടെ മോളും ജീവിക്കാൻ? അത് ശരിയാകില്ല. അങ്കിൾ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത് പ്രശ്നമാക്കരുത്. കൃഷ്ണയ്ക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ ഉറപ്പ് ഞാൻ തരാം. ആനന്ദ് അയാളുടെ മുമ്പിലായി വന്നു നിന്നതും ഹരി ദേഷ്യത്തോടെ ഒരിക്കൽ കൂടി അവനെ ഉന്തി. തലയിടിച്ച് നിലത്തേക്ക് വീണുപോയിരുന്നു അനന്തൻ. അമ്മാവ വേണ്ട, പ്രശ്നമാക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. അവൾ തൻ്റെ അമ്മാവന് നേരെ കൈകൂപ്പി. അങ്കിൾ, തെറ്റെൻ്റെ ഭാഗത്താണ്. ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഞാനും കൂടിയാണ്. കണ്ണീരോടെ കൈകൂപ്പി പറഞ്ഞു വേണി. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നൊരു ചെറിയ പാർട്ടാണ് കേട്ടോ. എനിക്കിന്ന് കുറേ തിരക്കിൽ പെട്ടുപോയി. ഞാൻ മോളുടെ കൂടെ ഒന്ന് ടൗണിലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടാണ് ഓരോന്നും ചെയ്തത്. അതുകൊണ്ട് താമസിച്ചു പോയി.